യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരിക്കൽ കൂടെ അഭിഷേക അഗ്നിയുടെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഭിവാദനങ്ങൾ. യേശു ക്രിസ്തുവിന്റെ വാത്സല്യ ഭാചനങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദാനധർമ്മത്തെക്കുറിച്ചാണ്. വിശുദ്ധ ലിഖിതത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ വാക്യം, കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിലിട്ട് തരും, കൂടുതലും കിട്ടും. ഒരു ദിവസം ഒരു വ്യക്തിയുമായി ഞാൻ പരിചയപ്പെട്ടു. ആ വ്യക്തി പറഞ്ഞു, ഞാൻ എൻ്റെ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ എനിക്കുണ്ടാകുന്ന സമൃദ്ധിയിൽ നിന്ന് ഒരു ഭാഗം ഞാൻ ഈ പട്ടണത്തിലുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കും. വൃദ്ധന്മാരുടെ ആലയത്തിൽ പോയി വൃദ്ധാലയത്തിൽ കൊണ്ടുവന്ന് ഒരു ചാക്ക് അരി, അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ഒരു 1000 രൂപ, ഇങ്ങനെ എനിക്ക് പാടുള്ളതുപോലെ ഞാൻ സാധുക്കളുടെ സഹായത്തിന് വേണ്ടി എൻ്റെ സമൃദ്ധിയിൽ നിന്നൊരു ഭാഗം ഞാൻ കണ്ടെത്തിയിരുന്നു. ഇന്ന് ഞാൻ രോഗിയായി, കഠിനമായ ഒരു രോഗം പിടിപെട്ടു, ഒരു ക്യാൻസർ രോഗം പിടിപെട്ടു. എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വളരെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അവിടെ ബില്ലടക്കേണ്ടി വന്നപ്പോൾ 10 ലക്ഷം രൂപയുടെ ഒരു തുകയാണ് ഹോസ്പിറ്റലിൽ പേ ചെയ്യേണ്ടി വന്നത്. ആ നിമിഷങ്ങളിൽ എന്നെ അറിയുന്നൊരു സ്നേഹിതൻ വന്ന് ബാഗിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്ത് സൗജന്യമായി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ അങ്ങേക്കൊരു സ്നേഹ സമ്മാനം തരികയാണ്, ഇതുകൊണ്ട് നീ ഹോസ്പിറ്റലിലെ ബില്ല് പേ ചെയ്യണം. ഒരു ഞെരുക്കം വന്നപ്പോൾ, ഒരു കഷ്ടത വന്നപ്പോൾ കർത്താവ് മകനെ കൈവിട്ടില്ല. ഇത് ബൈ ചാൻസിൽ സംഭവിച്ചതോ യാദൃച്ഛികമായി ഉണ്ടായതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം അന്വർത്ഥമായതാണ്. സങ്കീർത്തനം 41:1 വചനം പഠിപ്പിക്കുന്നു, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, കഷ്ടതയുടെ നാളുകളിൽ കർത്താവ് അവനെ രക്ഷിക്കും. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, കഷ്ടതയുടെ നാളുകളിൽ കർത്താവ് അവനെ രക്ഷിക്കും. നിന്റെ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ നീ 1 രൂപയാണോ 10 രൂപയാണോ 1000 രൂപയാണോ നിന്റെ മനസ്സ് തുറന്ന് സന്തോഷത്തോടെ ദരിദ്രരോടും ഇല്ലാത്തവരോടും പതിതരോടും പാവപ്പെട്ടവരോടും നീ പങ്കുചേർന്നാൽ, നിന്റെ കഷ്ടതയുടെ കാലം വരുമ്പോൾ, നിന്റെ ഞെരുക്കത്തിന്റെ കാലം വരുമ്പോൾ, നിന്റെ ബുദ്ധിമുട്ടിന്റെ കാലം വരുമ്പോൾ കർത്താവ് കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുമെന്ന് തിരുലിഖിതങ്ങൾ വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാവപ്പെട്ടവരോട് ചെയ്യുന്ന ഓരോ കാര്യത്തിനും കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും എന്ന് വിശുദ്ധ ലിഖിതത്തിൽ വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 17-ാം തിരുവചനം വചനം പഠിപ്പിക്കുന്നു, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടിയിരിക്കും. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. അച്ഛൻ UAE-യിലുള്ള ഫുജറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെന്നു. അവിടെ ഒരു കുടുംബം വന്ന് ഒരുപാട് കഷ്ടത എന്നോട് പറഞ്ഞു. ആ വ്യക്തി പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ മുതലുള്ള ജോലിയാണ്, ഒരു പ്രൊമോഷനും കിട്ടിയിട്ടില്ല, ശമ്പളം വർദ്ധിപ്പിച്ച് കിട്ടിയിട്ടില്ല, കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, ഇവിടെ വലിയ ഞെരുക്കമാണ്. അങ്ങനെ ഒരുപാട് കണ്ണുനീരിന്റെ കഥകൾ ആ കുടുംബം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രേരണ കിട്ടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദരിദ്രർക്ക് ഒരു 1000 രൂപ 2000 രൂപ ഒരു ചാക്ക് അരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സൽപ്രേരണ സ്വീകരിച്ച് ദരിദ്രർക്ക് വേണ്ടി അരിയും വസ്ത്രങ്ങളെല്ലാം കൊടുത്തു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ മാസവും 1000 രൂപ പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളോ പാവപ്പെട്ടത്, നിങ്ങൾ എല്ലാ മാസവും 1000 രൂപ കൊടുത്താൽ അത് നിങ്ങളെ വല്ലാതെ ബാധിക്കില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഉയർച്ച ഉണ്ടായത്. ഇത് ഞാൻ വളരെ ഉയർന്നിരിക്കുന്ന വ്യക്തിയാണ്. അന്ന് ഞാൻ പാവപ്പെട്ടവർക്ക് അരി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അരി മേടിക്കാൻ വേണ്ടി 1000 രൂപയുടെ ഒരു ചെക്ക് എഴുതി അത് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അന്ന് തന്നെ എൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതം ചെയ്തു. അന്ന് വരെ പ്രൊമോഷൻ കിട്ടാതിരുന്ന എനിക്ക് അന്ന് തന്നെ പ്രൊമോഷന്റെ കടലാസ് കയ്യിൽ കിട്ടി. എന്റെ ശമ്പളം വർദ്ധിപ്പിച്ച് കിട്ടി. എന്റെ കുടുംബത്തിനും എനിക്കും മാന്യമായി ജീവിക്കാവുന്ന ശമ്പളം ഇന്ന് എനിക്ക് UAE-യിൽ ലഭിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ അദ്ദേഹം അത് മുടക്കിയിട്ടില്ല. ഞാൻ എന്ന് കണ്ടുമുട്ടിയോ അന്ന് തൊട്ട് ഇന്ന് വരെ ആ സൽക്കർമ്മത്തിൽ അദ്ദേഹം സ്ഥിരോത്സാഹത്തോടെ ഉറച്ചു നിന്നു. ഞാൻ അദ്ദേഹത്തോട് ഒരു നിമിഷം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എല്ലാ മാസം കൊടുക്കണേ ഈ 1000 രൂപ ഒരു കാര്യം ചെയ്യ്, കുറച്ച് നാൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ലച്ചാ, ഞാൻ സാധുക്കൾക്ക് കൊടുത്തപ്പോഴാണ് എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചത്, അതുകൊണ്ട് ഞാൻ പാവപ്പെട്ടവർക്ക് അരി വാങ്ങാൻ എല്ലാ മാസവും ഞാൻ 1000 രൂപ കൊടുത്തുകൊണ്ടിരിക്കും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് ദൈവം ഒരു ബോധ്യം കൊടുത്തു. അദ്ദേഹം പാവപ്പെട്ടവർക്ക് കൊടുത്തപ്പോൾ ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. സുഭാഷിതങ്ങൾ 19:17 അന്വർത്ഥമായ സമയമാണ്. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. മരിക്കുന്നതിന് മുമ്പ് സാധുക്കൾക്ക് വേണ്ടി കൊടുത്തതിനെല്ലാം കടം വീട്ടി കർത്താവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ചിരിക്കും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. പാവപ്പെട്ടവർക്ക് കരുണയോടെ നമ്മൾ ഹൃദയം തുറന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നമുക്ക് ദൈവത്തിന്റെ പക്കൽ കരുണയും സമ്മാനവും പ്രതിഫലവും ലഭിക്കുമെന്ന് ബൈബിൾ വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. സുവിശേഷ ഗ്രന്ഥത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായം 22-ാം വാക്യം, ദൈവം മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്ര എന്ന പോലെ വിലമതിക്കുന്നു, അവന്റെ കാരുണ്യത്തിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 30-ാം വാക്യം പഠിപ്പിക്കുന്നു, ജലം അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. ജലം അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 31-ാം വാക്യം, ദരിദ്രരെ ഞെരുക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, പാവപ്പെട്ടവരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനെ ബഹുമാനിക്കുന്നു. ജീവിതത്തിൽ ദരിദ്രരോടും പാവപ്പെട്ടവരോട് കരുണയില്ലാതെ പെരുമാറുന്ന സാഹചര്യങ്ങളും വ്യക്തികളെയും ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് സംസാരിക്കുമ്പോഴും ഞാൻ വ്യക്തിപരമായി ചിന്തിക്കുമ്പോഴും ഒരു കാര്യം എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. ഈ പാവപ്പെട്ടവര് ഭിക്ഷ യാചിക്കാൻ വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പണം ചോദിച്ചു വരുന്നവരായിരിക്കാം, മരുന്നിന് പണം ചോദിച്ചു വരുന്നവരായിരിക്കാം, അരി ചോദിച്ചു വരുന്നവരായിരിക്കാം, വസ്ത്രം ചോദിച്ചു വരുന്നവരായിരിക്കാം. ഈ പാവപ്പെട്ടവരെ കാണുമ്പോൾ, ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു തട്ടിപ്പുകാരനാണ്, ഇവൻ വെറുതെ ഈ പൈസ കൊണ്ടുവന്ന് ബാങ്കിലിടാൻ വേണ്ടിയാണ് ഇത് മേടിച്ചുകൊണ്ട് പോകുന്നതെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അച്ഛന്റെ ജീവിതത്തിൽ കുറെ കാലഘട്ടങ്ങൾ അച്ഛൻ ആളുകളെ നോക്കിയാണ് ധർമ്മം ചെയ്തിരുന്നത്. അച്ഛന് ബോധ്യമെന്ന ആളുകൾക്ക് അച്ഛൻ ധർമ്മം ചെയ്തിരുന്നു, ബോധ്യമില്ലാത്ത ആളുകൾക്ക് അച്ഛൻ ധർമ്മം ചെയ്തിരുന്നില്ല. തട്ടിപ്പുകാരെ കാണുമ്പോൾ തന്നെ വെറുപ്പോടെ അവരെ ഓടിച്ചു വിട്ടിരുന്നു. എന്നാൽ ഒരു നാൾ ദൈവത്തിന്റെ സന്നിധി ഇരുന്നപ്പോൾ ദൈവം ഒരു ബോധ്യം തന്നു. നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൊരു കിണറുണ്ടെങ്കിൽ ആ കിണർ വെള്ളം കൊടുക്കുന്നത് നല്ലവനോ ചീത്തയോ എന്ന് നോക്കിയിട്ടാണോ? നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൊരു മാവുണ്ടെങ്കിൽ ആ മാവ് മാങ്ങ കൊടുക്കുന്നത് നല്ലവനോ ചീത്തയോ എന്ന് നോക്കിയിട്ടാണോ? സൂര്യൻ പ്രകാശം കൊടുക്കുന്നതും ദുഷ്ടന്മാർക്കും ശിഷ്ടന്മാർക്കും ഒരുപോലെയല്ലേ? ഇവരെല്ലാം ഈ കിണറും ഈ മാവും ഈ വൃക്ഷലതാദികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവരുടെ സൃഷ്ടാവിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കുന്നു. നീയോ? സൃഷ്ടാവ് ദുഷ്ടനോ ശിഷ്ടനോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും മഴ പെയ്യിച്ചു കൊടുക്കുന്നു, എല്ലാവർക്കും സൂര്യനെ ഉദിപ്പിച്ചു കൊടുക്കുന്നു, എല്ലാവർക്കും ഒരുപോലെ ചെയ്തു കൊടുക്കുന്നു. സൃഷ്ടാവിന്റെ മകനാണെങ്കിൽ സൃഷ്ടാവിന്റെ മകളാണെങ്കിൽ മക്കളെ തട്ടിപ്പുകാരനോ അല്ലയോ എന്ന് നോക്കാതെ ആവശ്യത്തിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കണം. വചനം പഠിപ്പിക്കുന്നു, ദരിദ്രനെ ഞെരുക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ വെറുപ്പിക്കുന്നു. വലിയൊരു സത്യമാണത്. ദരിദ്രരെ പരിഹസിക്കുക, ദരിദ്രരെ നിന്ദിക്കുക, ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുകയും വെറുപ്പിക്കുകയുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അച്ഛന്റെ ജീവിതത്തിൽ ഒരു സംഭവം അച്ഛൻ ഓർമ്മിക്കുകയാണ്. അച്ഛൻ മിക്കവാറും യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ആ തിക്കിലും തിരക്കിലും ആരെങ്കിലും വന്നിട്ട് ധർമ്മം ചോദിച്ചുകൊണ്ട് നിൽക്കും. ആ യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയമാകുമ്പോൾ ആ സമയത്ത് എവിടെന്നെങ്കിലും പൊട്ടിപ്പുറപ്പെട്ടിങ്ങോട്ട് വരും, എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു നിൽക്കും. സമയമില്ലാത്ത സമയത്താണ് കയറി വരുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഒത്തിരി സങ്കടവും ഒത്തിരി പ്രയാസം തോന്നിയിരുന്നു. കാരണം ഇവരെ ഒന്ന് പഠിക്കാനോ ഇവരെ ഒന്ന് നിരീക്ഷിക്കാനോ വേണ്ടതുപോലെ അവരൊന്ന് സ്റ്റഡി ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം. എന്നാൽ പിന്നീട് ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ യാത്രയിലുടനീളം എന്നെ മൃത്യുവിൽ നിന്ന് സംരക്ഷിക്കാൻ, എന്നെ ദുഷ്ടന്മാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും സംരക്ഷിക്കാൻ ഞാൻ യാത്ര പുറപ്പെടുന്ന മുമ്പ് തന്നെ ഒരാളെ കർത്താവ് അയച്ചിരിക്കുകയാണ്. തോബിത്തിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 10-ാം വാക്യം, എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ദൈവമക്കൾക്ക് ലഭിക്കാൻ ദൈവമക്കൾ ദാനധർമ്മം ചെയ്യണമെന്ന് ദൈവം വചനത്തിലൂടെ നിഷ്കർഷിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വേണോ, ദാനധർമ്മം ചെയ്യണമെന്ന് വചനം നിഷ്കർഷിക്കുന്നു. വീണ്ടും വിശുദ്ധ ലിഖിതത്തിൽ തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 8-9 വാക്യങ്ങൾ വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്, സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക, ദരിദ്രകാലത്തേക്ക് ഒരു നല്ല നിക്ഷേപം നീ കൂട്ടിവെക്കുകയായിരിക്കും ചെയ്യുന്നത്. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് നീ ദാനധർമ്മം ചെയ്യണം, ദരിദ്രകാലത്തേക്ക് ഒരു നല്ല നിക്ഷേപം നീ കൂട്ടിവെക്കുകയായിരിക്കും ചെയ്യുന്നത്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം, പാവപ്പെട്ടവനിൽ നിന്ന് നീ മുഖം തിരിക്കരുത്, അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. നീ യാത്ര ചെയ്യുമ്പോഴാകട്ടെ,
നീ ജോലി ചെയ്യുമ്പോഴാകട്ടെ, നീ വിദേശത്തേക്ക് പോകുമ്പോഴാകട്ടെ, നിനക്കൊരാവശ്യം വരുമ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കാതിരിക്കണമെങ്കിൽ നീ പാവപ്പെട്ടവരിൽ നിന്ന് നിന്റെ മുഖം നീ തിരിക്കരുത് എന്ന് തിരുലിഖിതങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൈവ പൈതലിനെ ഉത്ബോധിപ്പിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദാനധർമ്മത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ല. നമ്മൾ വിചാരിക്കുന്നത് നമുക്കുള്ള മുഴുവൻ സമ്പത്തും നമ്മുടെ സ്വന്തമാണ്. ഇത് എന്റെ സ്വന്തം, എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാനിത് ഉപയോഗിക്കും, എന്റെ ഇഷ്ടം പോലെ ഞാനിത് ഉപയോഗിക്കും. ഇതാണ് അനേകം വ്യക്തികളുടെ ഉള്ളിലിരിപ്പ്. എന്നാൽ അത് ദൈവവചന വിപരീതമായ ഒരു ദുഷ്ചിന്തയാണ്. എനിക്കുള്ള മുഴുവൻ സമ്പത്തും എന്റെ സ്വന്തമല്ല. എനിക്കുള്ള മുഴുവൻ സമ്പത്തും എനിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. എനിക്കുള്ള സമ്പത്തിൽ ഒരു വലിയ ഭാഗം സമ്പത്തും ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി കൂടെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മഹാനായ വിശുദ്ധ ബേസിൽ പറയുന്ന പ്രകാരമാണ്, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. കാരണം ദരിദ്രന്റെ അനുദിന ഭക്ഷണമാണ് ധനികന്റെ അറപ്പുരകളിൽ സമാഹരിച്ചിരിക്കുന്നത്. ആദ്യമേ കൈവശമാക്കാൻ അവസരം ലഭിച്ചതുകൊണ്ട് മാത്രം തന്റെ അധീനതയിലുള്ള സ്വത്ത് മുഴുവൻ ഒരാൾക്ക് സ്വന്തം ഇഷ്ടം പോലെ വ്യയം ചെയ്യാൻ അനുവാദമില്ല. ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ് ദൈവദാസൻ പഠിപ്പിക്കുകയാണ്, ആദ്യമേ കൈവശമാക്കാൻ അവസരം ലഭിച്ചു എന്നൊരൊറ്റ കാരണത്താൽ ഒരുവന്റെ അധീനതയിലുള്ള മുഴുവൻ സ്വത്തും സ്വന്തം ഇഷ്ടം പോലെ വ്യയം ചെയ്യുന്നത് നീതിയല്ല, അതിന് അനുവാദമില്ല. സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രമാണത്തിൽ 69-ാം നമ്പറിൽ കത്തോലിക്ക തിരുസഭ ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശന്ന് മരിക്കാറായ മനുഷ്യന് നീ ഭക്ഷണം കൊടുക്കുക, അങ്ങനെ ചെയ്യാതിരുന്നാൽ നീ അവനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ജനതകളുടെ പുരോഗതി എന്ന ചാക്രിക ലേഖനത്തിൽ 23-ാമത്തെ നമ്പറിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവദാസൻ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ദരിദ്ര സഹോദരൻ നൽകുന്നത് ദാനമല്ല, മറിച്ച് അവൻ അവകാശമായത് നിങ്ങൾ നൽകുകയാണ്. കാരണം എല്ലാവരുടെയും ഉപയോഗത്തിനായി പൊതുവിൽ നൽകപ്പെട്ടത് നിങ്ങൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. പ്രപഞ്ച സമ്പത്ത് എല്ലാവർക്കുമായി നൽകപ്പെട്ടിട്ടുള്ളതാണ്. വിശുദ്ധ അംബ്രോസ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രകാരമാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പ്രകൃതി എല്ലാവർക്കും ജന്മം നൽകിയത് നിർധനാവസ്ഥയിലാണ്. സ്വർണമോ വെള്ളിയോ സ്വന്തമായി ഇല്ലാതെ നഗ്നരായി നാം എല്ലാം ജനിച്ചു. ഈ നിർധനാവസ്ഥയിൽ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ ആദികരണം നാം ദർശിച്ചതും. താൻ ജന്മം നൽകിയ അതേ അവസ്ഥയിൽ പ്രകൃതി നമ്മെ തിരിച്ചു വിളിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അതിനെക്കുറിച്ച് പറഞ്ഞ പ്രകാരമാണ്, വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെക്കാൾ നാം ക്രൂരന്മാരാവരുത്. മൃഗങ്ങൾ അവയ്ക്കുള്ളവെല്ലാം, ഭൂമി, സൂര്യൻ, അരുവികൾ, പുൽത്തകടികൾ, കുന്നുകൾ, മരത്തോപ്പുകൾ മുതലായവയെല്ലാം പൊതുവായി അനുഭവിക്കുന്നു. ഏതെങ്കിലും ഒരു മൃഗത്തിന് മറ്റൊന്നിനെ അപേക്ഷിച്ച് അധികമായി യാതൊന്നുമില്ല. ഡിഡാക്കെ എന്ന പുസ്തകത്തിൽ ദാനധർമ്മത്തെ കുറിച്ച് വെളിപ്പെടുത്തിയ പ്രകാരമാണ്, ആവശ്യക്കാരൻ നിന്ന് മുഖം തിരിക്കരുത്, നിനക്കുള്ളത് നിന്റെ സഹോദരനുമായി പങ്കുവെക്കുക, ഇത് എന്റെ സ്വന്തം ധനമാണ് എന്ന് നീ പറയരുത്. നിങ്ങൾ അനശ്വരമായവയുടെ പങ്കുകാരാണെങ്കിൽ നശ്വരമായത് വളരെ അധികമായി പങ്കുവെക്കണം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വീണ്ടും പഠിപ്പിക്കുന്നു, എനിക്ക് സ്വന്തമായുള്ളത് ചെലവഴിച്ച് ഞാൻ സുഖമായി ജീവിക്കുന്നു എന്ന് നീ പറയരുത്. കാരണം അവ നിന്റെ സ്വന്തമല്ല, അവ നിനക്കും നിന്റെ സഹപ്രവർത്തകർക്കും പൊതുവായുള്ളതാണ്. ഭൂമി, സൂര്യൻ മുതലായവയെല്ലാം പൊതുവായിരിക്കുന്നത് പോലെ തന്നെ. വിശുദ്ധ ബേസിൽ വീണ്ടും പഠിപ്പിക്കുകയാണ്, ഒരുവന്റെ വസ്ത്രം സ്വന്തമാക്കുന്നവനെ കള്ളൻ എന്ന് വിളിക്കുന്നു. സാധിക്കുമായിരുന്നത് നഗ്നനെ ഉടുപ്പിക്കുവാൻ തുനിയാത്തവന് ഇതിനേക്കാളും യോജിച്ച മറ്റൊരു പേരുണ്ടോ? നിന്റെ അറപ്പുരകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ദരിദ്രന്റെ അന്നുള്ള അപ്പമാണ്. നിന്റെ അലമാരകളിൽ കുന്നുകൂടിയിരിക്കുന്ന വസ്ത്രങ്ങൾ ഉടുതുണിയില്ലാത്തവരുടേതാണ്. നിങ്ങളുടെ വീട്ടിൽ പൊടി പിടിച്ചിരിക്കുന്ന പാദരക്ഷകൾ നഗ്ന പാദരുടേതാണ്. നിങ്ങൾ പൂഴ്ത്തി വെച്ചിരിക്കുന്ന പണം ദാരിദ്ര്യത്തിന് ഇരയായവരുടേതാണ്. അങ്ങനെ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ആരെയൊക്കെ രക്ഷിക്കാമായിരുന്നോ അവരെല്ലാം നിങ്ങൾ അടിച്ചമർത്തുകയായിരുന്നു. പറയൂ, നിങ്ങൾക്ക് അവകാശമായി എന്താണുള്ളത്? പറയൂ, നിന്റേതാക്കി വെച്ചിരിക്കുന്നതെല്ലാം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ലേവ്യർ 25:23, ഭൂമി എന്റേതാണ്, നിങ്ങൾ പരദേശികളും എന്റെ കുടികിടപ്പുകാരുമാണ്. ഭൂമി എന്റേതാണ്, സ്വത്ത് എന്റേതാണ്, സമ്പത്ത് എന്റേതാണ്, നിങ്ങൾ പരദേശികളും എന്റെ കുടികിടപ്പുകാരുമാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുത്തെ കരുണയാൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് കുരുട് പിടിച്ച ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരണമേ. സ്വാർത്ഥത കൊണ്ടും ലോപം കൊണ്ടും ചുരുണ്ടുപോയ ഞങ്ങളുടെ കൈകളെ പരസ്നേഹത്താൽ അവിടുന്ന് നിവർത്തണമേ. കർത്താവേ, ഞങ്ങൾക്കുള്ളത് പങ്കുവെക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് തുറവിയും സ്നേഹവും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദാനധർമ്മം ചെയ്യാതെ ശാപത്തിന്റെ മേൽ ശാപം കുന്നുകൂട്ടിയ ഞങ്ങളുടെ ജീവിത രീതികളെ ഓർത്ത് ഈ നിമിഷങ്ങളിൽ അനുഭവിക്കുന്നു.
കരുണയോടെ ഇടപെട്ട് സ്വാർത്ഥതയുടെയും തന്നിഷ്ടത്തിന്റെയും അഹങ്കാരത്തിന്റെയും ജീവിത വഴികളെ, ജീവിത രീതികളെ അവിടുന്ന് തകർത്ത് കളയണമേ. ഇപ്പോൾ ഞങ്ങളുടെ അന്തരംഗത്തിലുള്ള എല്ലാ അന്ധകാരത്തിന്റെ കോട്ടകളെയും അവിടുന്ന് തകർക്കണമേ. വചനപ്രകാശത്തിൽ ജീവിക്കാൻ തുറവി തരണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കായി മാറട്ടെ. ഞങ്ങൾക്കുള്ള സമ്പത്തെല്ലാം പങ്കുവെക്കാൻ തക്ക വിധം ഹൃദയങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ തിരുലിഖിതങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പരസ്നേഹത്തിന്റെ അരൂപി വന്ന് നിറയട്ടെ, തുറവിയുടെ അരൂപി വന്ന് നിറയട്ടെ, സ്നേഹത്തിന്റെ അരൂപി വന്ന് നിറയട്ടെ, ദാനധർമ്മത്തിന്റെ ആത്മാവ് വന്ന് ആവസിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഉള്ളതെല്ലാം പങ്കുവെക്കാനുള്ള അഭിഷേകം മക്കൾക്കെല്ലാം സ്വർഗത്തിൽ ദാനമായി ലഭിക്കട്ടെ. ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ അഭിഷേകം, പിതാവിന്റെ സ്നേഹം എല്ലാവരുടെ മേലും നിറയട്ടെ. സ്തോത്രം. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം. കുളക്കരയിൽ വിവശനാം തളർവാത രോഗിയാണു ഞാൻ. സഹായഹസ്തങ്ങൾ നീട്ടുവാൻ പോലും ആരുമില്ലാതെ കേഴുന്നു ഞാൻ. നിരാലംബനായി കേഴുന്നു ഞാൻ. സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ. വലിയ കരുണയുടെ ദൈവം ദുഷ്ടന്മാരുടെ മേലും ശിഷ്ടന്മാരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന കരുണയുടെ ദൈവം ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുന്ന് ഈ ലോകത്തുള്ള സകല മക്കളോടും ഉദാരമതിയും ദയാലുവും അത്രേ. അവിടുന്ന് കൃപാലുവായ ദൈവമാണ്. അവിടുത്തെ മക്കളായ നാം എല്ലാവരും കാരുണ്യത്തോടെ പരസ്പരം ദയയോടെ ഇടപെടണമെന്ന് ആഗ്രഹിക്കുകയാണ്. നീ വിധിക്കുന്ന വിധിയാൽ തന്നെ നീയും വിധിക്കപ്പെടും. നീ അളക്കുന്ന അളവിൽ തന്നെ നിനക്കും അളക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിലിട്ടു തരുമെന്ന് പറഞ്ഞ ദൈവം ഈ നിമിഷങ്ങളിൽ സ്പർശിക്കുകയാണ്. ഈ നിമിഷങ്ങൾ ഓരോ മകനെയും മകളെ സ്പർശിക്കുകയാണ്. ഉദാരതയോടെ കൊടുക്കാൻ, ഉള്ളതെല്ലാം പങ്കുവെക്കാൻ, ദാനധർമ്മത്തിന്റെ പുത്തൻ അഭിഷേകം സകല ഹൃദയങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഒഴുകാൻ ഈ നിമിഷങ്ങളിൽ കർത്താവ് ഇടപെടുന്ന സമയമാണ്. ലോപനിമിത്തം ചുരുണ്ടുപോയ ഹൃദയങ്ങളെയും കൈകളെയും അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കട്ടെ. സ്വാർത്ഥ നിമിത്തം അന്ധമായി പോയ കണ്ണുകളെ അവിടുന്ന് സ്പർശിക്കട്ടെ. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 5:13 പറയുന്നു, സൂര്യന് കീഴെ വലിയൊരു തിന്മ ഞാൻ കണ്ടു. ധനികർ തന്റെ തന്നെ നാശത്തിനു വേണ്ടി സമ്പത്ത് ശേഖരിച്ച് കൂട്ടിവെക്കുന്നു. സൂര്യന് കീഴെ വലിയൊരു തിന്മ ഞാൻ കണ്ടു. ധനികർ തനിക്ക് വേണ്ടി, തന്റെ നാശത്തിന് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു കൂട്ടിവെക്കുന്നു. പിതാവേ, ഈ നിമിഷങ്ങളിൽ സ്പർശിക്കണമേ. എല്ലാവരെയും, ദരിദ്രരെയും ധനികന്മാരെ എല്ലാവരെയും സ്പർശിക്കണമേ. എല്ലാവരും ദാനധർമ്മം ചെയ്യാൻ, എല്ലാവരും കൊടുക്കുന്നവരാകാൻ, എല്ലാവരും തമ്മിൽ പങ്കുവെക്കുന്നവരാകാനുള്ള വലിയ സ്നേഹത്തിന്റെ കൃപ കൊടുക്കണമേ. സ്നേഹത്തിന്റെ അഭിഷേകം കൊടുക്കണമേ. സ്നേഹത്തിന്റെ അരൂപിയെ വർഷിക്കണമേ. ഹാലലുയ്യ, ഹാലലുയ്യ. കഴിഞ്ഞ കാലങ്ങളിൽ ദരിദ്രരെ അവഗണിച്ച്, ദരിദ്രരോട് മുഖം തിരിച്ച്, ദരിദ്രരോട് നേരെ കണ്ണടച്ച്, അവരുടെ ആവശ്യത്തിന് കണ്ണടച്ച് ശാപത്തിന്റെ മേൽ ശാപം കുന്നുകൂട്ടിയ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ഈ രാത്രി അവിടുന്ന് സ്പർശിച്ച് ശാപക്കെട്ടുകളിൽ നിന്ന് വിടിവിക്കണമേ. അനുതാപം നൽകണമേ, പശ്ചാത്താപം നൽകണമേ. പുതിയ ജീവിത വഴികൾ തുറന്നു കൊടുക്കണമേ. കുടുംബങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവെ, സമ്പത്തിന്റെ മേഖല അനുഗ്രഹിക്കണമേ. സമ്പത്തിന്റെ മേഖല അനുഗ്രഹിക്കണമേ. ദരിദ്രർക്ക് ദാനം ചെയ്യുന്നതിന് കർത്താവിനാണ് കടം കൊടുക്കുന്നത്. അവിടുന്ന് ആ കടം വീട്ടും എന്ന വചനപ്രകാരം ധാരാളം ശേഖരിക്കുവാൻ, ധാരാളം സ്വീകരിക്കുവാൻ, ധാരാളം കൊടുക്കുവാൻ എല്ലാവർക്കും അഭിഷേകം നൽകിക്കൊണ്ടിരിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
സുഖമാക്കണേ നാഥ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ നാഥ, സുഖമാക്കണേ. എൻ്റെ പേര് സുനിൽ. ഞാൻ 3-4 വർഷമായിട്ട് ഈ കണ്ണ് ഞരമ്പ് ഇങ്ങനെ അടിച്ച് കണ്ണിടയ്ക്കിടയ്ക്ക് വെട്ടുമായിരുന്നു. പിന്നെ 10 വർഷത്തിലധികമായിട്ട് കാലിൻ്റെ പേശികൾ കുറച്ച് നടക്കുമ്പോഴേക്കും വലിഞ്ഞ് മുറുകണ അനുഭവം ഉണ്ടാവുമായിരുന്നു. അപ്പം അത് കാരണം ഭയങ്കര മാനസികമായിട്ടുള്ള ഭയം അനുഭവപ്പെട്ടിരുന്നു. പിന്നെ കാലിൻ്റെ പാദങ്ങളിലെ വിരലുകളിലൊക്കെ അലർജി വന്ന് കാല് ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖം ഉണ്ടായിരുന്നു. ഇത് മൂന്നും ഇവിടെ ഈ സഹ്യോൻ ധ്യാനത്തിൽ വെച്ച് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരന്റെ കണ്ണിന്റെ ഭാഗത്തായിട്ട് ഞരമ്പ് പിടയ്ക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ അതിവിടെ ഒന്ന് ധ്യാനത്തിൽ സംബന്ധിച്ചതിന് ഫലമായി കർത്താവ് സുഖപ്പെടുത്തി. അതുപോലെ കാലില് വളങ്കടി പോലെ അലർജിയുടെ രോഗമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ധ്യാനം കൂട്ടിയതിന് ഫലമായി കർത്താവ് ആ അലർജി രോഗം പൂർണ്ണമായും തൊട്ട് സുഖപ്പെടുത്തി. ഇപ്പൊ കാലിലെ അലർജിയും വ്രണങ്ങളും എല്ലാം കർത്താവ് പൂർണ്ണമായും സുഖപ്പെടുത്തിയിട്ടുണ്ട്. കാലത്ത് കാണിക്കാവോ? കണ്ണിന്റെ രോഗവും കാലിന്റെ അലർജി രോഗവും മാറ്റി അനുഗ്രഹിച്ച കർത്താവിന് കരമടിച്ച് നമുക്ക് സന്തോഷത്തോടെ നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ബിനോയ്. തൃശ്ശൂർ രൂപതയിലെ ചേലക്കര ഭവന പങ്ങാരപ്പള്ളി ഇടവകയിലുള്ള അംഗമാണ് ഞാൻ. എനിക്ക് 1.5 വർഷമായിട്ട് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ബ്ലഡ് പോകുന്ന അസുഖമായിരുന്നു. മുട്ടയൊന്നും കഴിക്കത്തില്ലായിരുന്നു. ഇവിടെ സഹ്യോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ആദ്യത്തെ 2 ദിവസം മുട്ടയായിരുന്നു. അത് കഴിച്ചു. ഞാൻ വിശ്വാസത്തോടെ കഴിച്ചു. എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി.